2025 ആപ്പിൾ TV പുറത്തുവിട്ട പോൾ ഗ്രീൻഗ്രാസ് സംവിധാനം ചെയ്ത് മാത്യു മൈക്കഫ്നി നായകനായിട്ട് വന്ന ഒരു മികച്ച സർവൈവൽ ത്രില്ലർ ചിത്രമാണ് ദ ലോസ്റ്റ് ബസ്. ഇത് 2018 കാലിഫോർണിയയിൽ നടന്ന ഒരു വലിയ തീപിടുത്തത്തെ ബേസ് ചെയ്തിട്ടുള്ള യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കി വന്ന സിനിമയാണ്. സർവൈവൽ ത്രില്ലർ ചിത്രത്തിൻ്റെ അങ്ങനെയുള്ള സിനിമകൾ ഇഷ്ടപ്പെടുന്നവർക്ക് ധൈര്യമായിട്ട് കണ്ടു നോക്കാൻ പറ്റുന്ന ഒരു മികച്ച സിനിമയാണിത്. കാലിഫോർണിയയിലെ പാരഡൈസ് സിറ്റിയിൽ മിക്കവാറും തന്നെ കാട്ടുതീ പടർന്നു പിടിക്കാറുണ്ട്. അവിടെ ആ ഒരു പട്ടണത്തിൽ ഭൂരിഭാഗം കാടുകളാണ്. ഈ കാട്ടുതീ പിടിച്ചു കഴിഞ്ഞാൽ ചില സമയത്തൊക്കെ ഇത് ആളിക്കത്തി ഒരുപാട് പേരുടെ ഭവനങ്ങളും പറമ്പുകളും ഒക്കെ നശിക്കാറുണ്ട്. പക്ഷെ ഇത്തവണ അതിൻ്റെ തീവ്രത ഒരുപാട് കൂടി. ഇത് കാട്ടുതീ പടർന്ന് പിടിച്ചപ്പോൾ പലർക്കും ഇത് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റാതെ പോവുകയോ മനസ്സിലാക്കാൻ പറ്റാതെ പോവുകയോ ചെയ്യുകയാണ്. അങ്ങനെ ഇത് നിമിഷങ്ങൾക്കുള്ളിൽ ആ പട്ടണത്തിൻ്റെ പകുതി ഭാഗത്തോളം പെട്ടെന്ന് ആളി പടർന്ന് പിടിക്കുകയാണ്. ആ നാട്ടിൽ ഇങ്ങനെ സ്ഥിരം ഇത് സംഭവിക്കുന്നതുകൊണ്ട് ഇതിനായിട്ട് തന്നെ ഫയർഫോഴ്സ് വളരെ ശക്തമാണ്. അവരെപ്പോഴും എമർജൻസിയിലാണ് അവർ ജീവിക്കുന്നത് തന്നെ. അവരെപ്പോഴും അലേർട്ടുമാണ്. പക്ഷെ ഇത്തവണത്തെ കാട്ടുതീ അവർ പോലും വിചാരിക്കുന്നതിൻ്റെ അപ്പുറം ആളി പടർന്ന് പിടിച്ചുപോയി. അത്രയധികം ആ ഒരു പട്ടണത്തിൻ്റെ ഏകദേശം പകുതി ഭാഗത്തോളം ചുട്ട് ചാമ്പലാക്കാവുന്ന രീതിയിൽ പടർന്ന് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവസാനം ഫയർഫോഴ്സിന് മനസ്സിലാവുന്നു ഇനി തങ്ങൾക്കിത് നിർത്താൻ പറ്റത്തില്ല. കാരണം പകുതി ഭാഗത്തോളം പോകും. അതിലും ഭേദം ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്ക് ഇത് പടർന്നു പിടിക്കാതെ അവിടം സേഫ് ചെയ്യുകയാണ് നല്ലത് എന്ന് അവർ മനസ്സിലാക്കുന്നു. അതിനായിട്ട് ഇവർ ഈ വാർത്താ മാധ്യമങ്ങളോടും ഗവൺമെൻറ്റിനോടും ഒക്കെ പറയുകയാണ്, എത്രയും പെട്ടെന്ന് ഈ ഞങ്ങൾ പറയുന്ന ഈ സ്ഥലത്ത് നിന്നുമുള്ള ആൾക്കാർ അവരുടെ വീട് മൊത്തത്തിൽ ഉപേക്ഷിച്ച് രക്ഷപ്പെടുക. ഞങ്ങൾ പറയുന്ന ആ നാട്ടിലുള്ള ഇതിനായിട്ട് തന്നെ കാട്ടുതീ പടർന്നു പിടിക്കുമ്പോൾ അങ്ങനെയുള്ളവർക്ക് ഉണ്ടാകുന്ന നഷ്ടങ്ങൾ, അങ്ങനെയുള്ളവരുടെ വീടുകൾക്കൊക്കെ നഷ്ടം വരുമ്പോൾ അവർക്കായിട്ട് താമസിക്കാൻ പറ്റുന്ന ഒരുപാട് ക്യാമ്പുകളെല്ലാം അവർ സജ്ജീകരിക്കും പെട്ടെന്ന് തന്നെ. കാരണം ആ പട്ടണത്തിൽ ഇതൊരു സ്ഥിര സംഭവമാണ്. പക്ഷെ ഇത്തവണ സാധാരണ സംഭവിക്കുന്ന പോലെയല്ല, അതിൻ്റെ ആധിക്യം വളരെ കൂടുതലാണ്. അപ്പോൾ ഓൾറെഡി ഗവൺമെൻറ് ഇവർക്ക് താമസിക്കാനുള്ള ഏകദേശം ക്യാമ്പുകളെല്ലാം ഗവൺമെൻറ് ഈ പറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ സജ്ജമാക്കുകയാണ്. അങ്ങനെ ഒരു ഓർഡർ വരുന്നു, എത്രയും പെട്ടെന്ന് ഇന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്ന വീട്ടിലുള്ളവർ പെട്ടെന്ന് തന്നെ അവിടുന്ന് മാറി ഞങ്ങൾ പറയുന്ന ക്യാമ്പുകളിലേക്ക് പോവുക എന്ന് പറയുകയാണ്. ഇതാണ് ഈ സിനിമയുടെ ഒരു തീം. ഇതിൽ കേന്ദ്ര കഥാപാത്രമായിട്ട് വന്ന മാത്യു മൈക്കഫ്നിയുടെ കഥാപാത്രത്തിൻ്റെ പേര് കെവിൻ എന്നാണ്. അയാളൊരു സ്കൂൾ ബസ് ഓടിക്കുന്ന ഒരു ഡ്രൈവറാണ്. അയാളുടെ വീട്ടിൽ അയാൾക്ക് ഭാര്യയായിട്ട് ഡിവോഴ്സാണ്. മകനുണ്ട്. മകൻ അപ്പം പറഞ്ഞാലൊന്നും അത്ര കേൾക്കത്തൊന്നുമില്ല. പക്ഷെ ഇവർ തമ്മിൽ എന്നാലും ഒരു ഇമോഷണൽ കണക്ഷനൊക്കെ ഉണ്ട്. പക്ഷെ വീട്ടിൽ ഇയാളുടെ സ്വഭാവം ഇച്ചിരി വൾഗറാണ്. വൾഗർ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അയാൾ ദേഷ്യപ്പെടും. അതുകൊണ്ട് മകനുമായിട്ട് നേരിട്ട് അവർ അത്ര സ്നേഹത്തിലൊന്നുമല്ല. അങ്ങനെ എന്നത്തെയും പോലെ അയാൾ വീട്ടിൽ മകനുമായിട്ട് ചെറിയ അസ്വസ്ഥതകളൊക്കെ വരുത്തി വീട്ടിൽ നിന്നും അയാൾ ജോലിക്കായിട്ട് ഈ സ്കൂളിലേക്ക് പോവുകയാണ്. സ്കൂളിലേക്ക് പോയി പതിയെ തൻ്റെ ജോലി തുടങ്ങുന്ന ഉച്ച സമയത്താണ്. പക്ഷെ നേരത്തെ തന്നെ ചെല്ലാം. കാരണം അന്നത്തെ ദിവസം അയാൾക്ക് വണ്ടി ഒന്ന് സർവീസ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഈ സ്കൂൾ ബസ് സർവീസ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. അപ്പോൾ ഈ സർവീസ് ചെയ്യാനൊക്കെ കൊണ്ടുകൊണ്ട് ആ ഡ്രൈവർ തന്നെയാണ്. അങ്ങനെയാണ് ആ സ്കൂളിൻ്റെ നിയമം. അങ്ങനെ സർവീസ് ചെയ്യാൻ വേണ്ടി സ്കൂൾ ബസ്സുമായിട്ട് ഇയാൾ പട്ടണത്തിൻ്റെ സർവീസ് സെൻറ്ററിലേക്ക്, സ്കൂളുമായിട്ട് ടൈപ്പുള്ള ആ ബസ്സിൻ്റെ ഇതായിട്ട് സർവീസ് ചെയ്യുന്ന ടൈപ്പുള്ള ആ സർവീസ് സെൻറ്ററിലേക്ക് പോവുകയാണ്. പോകുന്നതിൻ്റെ ഇടയിൽ കെവിൻ്റെ അമ്മ ഫോൺ വിളിക്കുകയാണ്. ഫോൺ വിളിച്ചിട്ട് പറയുന്നു, എടാ നിൻ്റെ മകന് പനിയാണ്, എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ സാധിക്കില്ല, അതുകൊണ്ട് നീ എത്രയും പെട്ടെന്ന് വരണം. അപ്പോൾ കെവിൻ ഒന്ന് സങ്കടപ്പെടുകയാണ്. കാരണം രാവിലെ തന്നെ മകനുമായിട്ട് അത്ര രസത്തിലായിരുന്നില്ല പിരിഞ്ഞത്. കെവിൻ പക്ഷെ അമ്മയോട് പറഞ്ഞു, അമ്മ എനിക്കിപ്പോൾ പെട്ടെന്ന് വരാൻ പറ്റില്ല, അവനെ എങ്ങനെയെങ്കിലും അടുത്തുള്ള ആരെയും വിളിച്ചൊന്ന് ഹോസ്പിറ്റലിൽ പോകും, കാരണം എനിക്കിപ്പോൾ വരാൻ പറ്റാത്ത സാഹചര്യമാണ്. ഞാനിങ്ങനെ സർവീസ് സെൻറ്ററിലേക്ക് പോവാണ്, ഇപ്പോൾ തന്നെ എനിക്ക് ഓട്ടം പോകണം, പിള്ളേരവിടെ കാത്തിരിക്കുകയാണ്, ഉച്ചയ്ക്ക് തന്നെ 1-2 മണിക്കൂറിനുള്ളിൽ തന്നെ എനിക്ക് തിരിച്ച് പോകണം എന്ന് പറയുകയാണ്, ഇപ്പോൾ ബിസിയാണെന്ന് പറയുകയാണ്.
പക്ഷെ വീണ്ടും ഈ അമ്മ തെരുതെരെ വിളിച്ച് ശല്യപ്പെടുത്തുകയാണ്. കാരണം അവൻ്റെ പനി അത്രയധികം കൂടുതലാണെന്നുള്ള വസ്തുത ഇയാളിലേക്ക് ഈ അമ്മ പറയുകയാണ്. അങ്ങനെ ഇയാൾ ടെൻഷനാവുകയാണ്. എന്ത് ചെയ്യണം? ഇതിൻ്റെ ഇടയിൽ സ്കൂളിൻ്റെ ഈ ബസ് ഡ്രൈവർമാരെ മാനേജ് ചെയ്യുന്ന ഒരു ലേഡിയുണ്ട്. ആ ലേഡി വിളിച്ച് ഇയാളെ ശല്യപ്പെടുത്തുകയാണ്. എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വരണം, സർവീസ് ചെയ്ത് എത്രയും പെട്ടെന്ന് തന്നെ വരണം, പിള്ളേരോട് വെയിറ്റ് ചെയ്തിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞവർ ഇയാളെ ടെൻഷൻ അടുപ്പിക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് ഇയാൾക്ക് അറിയത്തില്ല. പെട്ടെന്ന് ഈ നിൽക്കുന്ന ഈ സർവീസ് ചെയ്യുന്നതിൻ്റെയും സ്കൂളിലേക്ക് പോകുന്നതിൻ്റെ ഇടയിലുള്ള ഒരു ചെറിയ സമയത്തിനുള്ളിൽ പെട്ടെന്ന് വീട്ടിൽ പോയി മകനെ കൊണ്ടുപോയി ഹോസ്പിറ്റലിലാക്കിയാലോ എന്നുള്ളൊരു ചിന്ത അയാളിലേക്ക് വന്ന്, എന്നാൽ പിന്നെ വീട്ടിലേക്ക് തന്നെ പോകാമെന്നുള്ളൊരവസ്ഥയിലേക്ക് അയാൾ ചെന്നെത്തി നിൽക്കുകയാണ്. ഇങ്ങനെയുള്ള ഈ ഒരു കെവിനുമായിട്ടുള്ള ഈ ഒരു സീനിൻ്റെ ഇടയിലാണ് ഈ കാട്ടുതീ ഈ പട്ടണത്തെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇത് കെവിൻ അറിയുന്നില്ല. കാരണം ആ പ്രദേശത്തേക്കൊക്കെ ഈ തീയുടെ ഇത് വന്ന് ചേരുന്നതേ ഉള്ളൂ. അങ്ങനെ ഇയാൾ വീട്ടിലേക്ക് പോകാമെന്ന് തന്നെ വിചാരിച്ച് വണ്ടി തിരിക്കാൻ വേണ്ടി തുടങ്ങുമ്പോൾ അങ്ങകലെ നിന്ന് മുകളിലൂടെ പുക പൊങ്ങി വരുന്ന ഇയാൾ കാണുകയാണ്. ആ ഒരു കാഴ്ചയിൽ എന്തോ ഒരു പന്തികേടുണ്ടല്ലോ എന്ന് ഇയാൾക്ക് മനസ്സിലാവുന്നു. ഇയാൾ പെട്ടെന്ന് റേഡിയോ ഓണാക്കുമ്പോൾ കാട്ടുതീ പടർന്ന് പിടിക്കുന്നു എന്നുള്ള സത്യം ഇയാൾ തിരിച്ചറിയുന്നു. ആ സമയത്ത് തന്നെ സ്കൂളിൽ നിന്ന് വിളി വരുന്നു, കെവിൻ നീ എത്രയും പെട്ടെന്ന് ഇവിടെ വരണം, ഇവിടെ 10-18 കുട്ടികൾ പെട്ടിരിക്കുകയാണ്, കാട്ടുതീ ഈ പട്ടണത്തെ മുഴുവൻ കാർന്ന് തിന്നുകൊണ്ടിരിക്കുകയാണ്, നിനക്ക് ആ കുട്ടികളെ കൊണ്ടുപോകാൻ പറ്റുമോ? എനിക്കൊരു ഉറപ്പ് തരണം, എനിക്ക് വിശ്വാസമുള്ളത് നിന്നേ ഉള്ളൂ, ധൈര്യമുള്ള സ്വന്തം ജീവനെ വരെ ബലി കൊടുത്ത് ധൈര്യമുള്ളൊരു ഡ്രൈവറെയാണ് എനിക്ക് വേണ്ടത്, നിനക്കും കുടുംബമൊക്കെ ഉണ്ട് എനിക്കറിയാം, പക്ഷേ എനിക്ക് നിന്നെ വിശ്വാസമുള്ളൂ, നിനക്ക് വരാൻ പറ്റുമെങ്കിൽ ഒരുപാട് ഉപകാരമായിരുന്നു എന്നുള്ള ഒരു ഞെട്ടിക്കുന്ന വാർത്തയുമായിട്ടാണ് ആ ലേഡി കെവിനെ വിളിക്കുന്നത്. അപ്പം കെവിൻ ഒരു ആത്മസംഘർഷത്തിലാവുകയാണ്. കാരണം ഒരു വശത്ത് തന്നെ മകൻ വളരെ തീവ്രമായിട്ടുള്ള പനി പിടിച്ചു കിടക്കുന്നു, അവിടെയും കാട്ടുതീ വരും, ഇയാളുടെ ഭവനത്തിലും കാട്ടുതീ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇയാളുടെ മകനും ഇയാൾക്ക് വിലപ്പെട്ടതാണ്. നേരെ മറിച്ച് സ്കൂളിലെ 10-18 കുട്ടികൾ, അവരുടെ ജീവൻ അതിലും വിലപ്പെട്ടതാണ്. കാരണം ഒരു ജീവനേക്കാരും എത്രയോ വിലപ്പെട്ടതാണ് 18 കുഞ്ഞു ജീവനുകൾ. അവസാനം അയാൾ തീരുമാനിക്കുന്നു, എന്തു തന്നെ ആവട്ടെ ഞാൻ ആ സ്കൂളിലേക്ക് തന്നെ തിരിച്ചു പോകാമെന്ന് വിചാരിക്കുന്നു. അയാൾ ആ സ്കൂളിലേക്ക് പോവുകയാണ്. എന്നിരുന്നാലും അയാൾ പോകുന്നതിന് മുമ്പായിട്ട് അമ്മയെ വിളിക്കുന്നു, അമ്മേ കാട്ടുതീ വരുന്നുണ്ട്, എനിക്ക് സ്കൂളിലേക്ക് പോയേ പറ്റൂ, പക്ഷെ നിങ്ങൾ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് രക്ഷപ്പെടണം, അയലക്കത്തുള്ള ഇന്ന ആൾക്കാരുടെ പേര് പറയുന്നു, അവരുടെ കൂടെ നിങ്ങൾ ക്യാമ്പിലേക്ക് എത്രയും പെട്ടെന്ന് പോകണം, ക്യാമ്പിൽ ചെന്നിട്ട് നിങ്ങൾ ഹോസ്പിറ്റലിൽ പോകുന്നതിനെ കുറിച്ച് ചിന്തിച്ചാൽ മതി എന്നുള്ള ഇൻഫർമേഷൻ അയാൾ അമ്മയ്ക്ക് കൊടുത്തിട്ട് പിന്നെ കൂടുതലൊന്നും പറയാൻ നിൽക്കുന്നില്ല. ഫോൺ കട്ട് ചെയ്തിട്ട് അയാൾ സ്കൂളിലേക്ക് പോവുകയാണ്. സ്കൂളിൽ ചെന്ന് കഴിയുമ്പോഴും അയാൾ ഒന്ന് പരിങ്ങുകയാണ്, ഈ ദൗത്യം ഏറ്റെടുക്കണോ വേണ്ടയോ, കാരണം അത് അത്രയ്ക്കും ഡേഞ്ചറാണ്. കാരണം ഈ പിള്ളേരെ കൊണ്ടുപോകേണ്ടത് ആ പിള്ളേരുടെ അച്ഛനമ്മമാർ എല്ലാവരും ഒരു ക്യാമ്പിലേക്ക് വന്ന് എത്തിയിരിക്കുകയാണ്. കാരണം ആ സ്കൂളിലെ കുട്ടികളുടെ മാതാപിതാക്കൾ താമസിക്കുന്ന, ആ സ്കൂളിലെ കുട്ടികൾ താമസിക്കുന്ന ഏരിയ, അതായത് ആ ഒരു നിശ്ചിത ഏരിയകളിലുള്ള പിള്ളേരെ മാത്രമാണ് ഇയാൾക്ക് കൊണ്ടുപോകേണ്ടത്. അപ്പോൾ ആ ഏരിയയിലുള്ള കുട്ടികളുടെ എല്ലാം വീടിൻ്റെ ആ ഏരിയകളിലെല്ലാം കാട്ടുതീ വന്നിരിക്കുകയാണ്. അങ്ങോട്ട് വീടുകളെല്ലാം കത്തി നശിക്കുന്ന രീതിയിൽ. അപ്പം അവിടെയുള്ള ആ കുട്ടികളുടെ മാതാപിതാക്കളെല്ലാം അവർക്ക് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള ഒരു ക്യാമ്പിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഈ ക്യാമ്പിലേക്ക് പോകണമെങ്കിൽ വളരെ റിസ്ക്കാണ്, മരണം ഏത് നിമിഷവും സംഭവിക്കാം. പക്ഷേ ഇവരെ സംബന്ധിച്ചിടത്തോളം അങ്ങോട്ട് പോവുകയല്ലാണ്ട് വേറെ വഴിയില്ല. ഇവർ ഈ പറയുന്ന ഈ സ്കൂളിൻ്റെ ഭാഗത്ത് തന്നെയോ അല്ലെങ്കിൽ അവിടെ എവിടെയെങ്കിലും സേഫ് ആയിട്ടുള്ളൊരു സ്ഥലമോ ആണ് നോക്കുന്നെങ്കിൽ ഉറപ്പായിട്ടും മരിക്കും. അതിലും ഭേദം ഒരു ഓപ്ഷൻ എന്നുള്ള രീതിയിൽ ഈ മാതാപിതാക്കളുള്ള ആ ക്യാമ്പിലേക്ക് പോവുക എന്നുള്ളത് മാത്രമേ അവർക്ക് അതിജീവനത്തിനായിട്ടുള്ളൊരു ഓപ്ഷൻ ഉള്ളൂ. പക്ഷെ അതും റിസ്ക് ആണെങ്കിൽ അത് പോയേ പറ്റൂ. പക്ഷെ ആ പോകുമ്പോൾ ആ ഡ്രൈവറായിട്ട് ഓടിക്കുന്നയാൾ ജീവന് ബലി കൊടുത്തു വേണം പോകാൻ. ഇങ്ങനെയുള്ള ഒരു വലിയ ക്യൂരിയോസിറ്റിയിലാണ് ഈ സിനിമ കൊണ്ടുപോകുന്നത്. അപ്പോൾ ആ ഒരു ക്യൂരിയോസിറ്റി നമ്മൾ കാണുന്ന പ്രേക്ഷകർക്ക് ഓരോ നിമിഷവും തരാൻ, അല്ലെങ്കിൽ നമുക്കത് കിട്ടാൻ പോൾ ഗ്രീൻഗ്രാസിൻ്റെ സംവിധാന മികവ് സഹായിച്ചിട്ടുണ്ട് എന്ന് എടുത്തു പറയേണ്ടതാണ്. അങ്ങനെ കെവിൻ ഈ കുട്ടികളെ രക്ഷപ്പെടുത്താൻ വേണ്ടി സ്കൂളിൽ എത്തിച്ചേരുമ്പോഴാണ് വേറൊരു പ്രശ്നം കെവിൻ മനസ്സിലാക്കുന്നത്. കാരണം ആ സ്കൂളിൽ ഒട്ടുമിക്ക കുട്ടികളും അവരുടെ മാതാപിതാക്കളുടെ അടുത്ത് എത്തിച്ചേർന്നിരിക്കുകയാണ്. ശേഷിക്കുന്ന കുറച്ച് കുട്ടികൾ മാത്രമാണ് അവസാനം ആ സ്കൂളിൽ
പെട്ടുപോകുന്നത്. കാരണം അവരുടെ വീടുകളിലേക്ക് പോകേണ്ട ആ ഏരിയയിലൊക്കെയാണ് കാട്ടുതീ കയറി പിടിച്ചിരിക്കുന്നത്. പക്ഷേ എന്ത് റിസ്ക് എടുത്തായാലും ആ കുട്ടികളെ രക്ഷിക്കണമെന്നുള്ള ഒരു ചിന്ത കെവിൻ്റെ ഉള്ളിലേക്ക് ആ നിമിഷം കയറുകയാണ്. അങ്ങനെ പെട്ടെന്ന് ഇയാൾ ആ കുട്ടികളെ സ്കൂൾ വാനിലേക്ക് കയറ്റാൻ അവിടെയുള്ള സ്കൂൾ അധികാരികളോട് പറയുകയാണ്. പക്ഷെ അവരിതിൻ്റെ അകത്ത് ഒരു സീരിയസ്നെസ് കാണിക്കുന്നില്ല. സ്കൂൾ അധികാരികൾ സീരിയസ്നെസ് എന്ന് പറഞ്ഞാൽ അവരൊരു സ്പീഡപ്പ് കാണിക്കുന്നില്ല. പെട്ടെന്ന് കെവിൻ അവരോട് ദേഷ്യപ്പെടുകയാണ്. നിങ്ങൾ ഈ വാർത്തയൊന്ന് കേട്ടു നോക്കൂ. ഈ കുട്ടികൾക്ക് പോകേണ്ട ഭാഗത്തല്ല കാട്ടുതീ ആളി കത്തിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് വേണം, ഒരു നിമിഷം പോലും നമുക്ക് വെറുതെ കളയാനായിട്ടില്ല. അങ്ങനെ സ്കൂൾ അധികാരികൾ ഇയാളുടെ വാക്കിന് വില കൊടുത്ത് പെട്ടെന്ന് തന്നെ ഈ കുട്ടികളെ എല്ലാവരെയും ആ സ്കൂൾ വാനിലേക്ക് കയറ്റുകയാണ്. മേരി എന്ന ക്ലാസ് ടീച്ചറാണ് കയറ്റുന്നത്. അങ്ങനെ മേരി ഈ കുട്ടികളെ ഏത് വഴിക്കാണ് കൊണ്ടുപോകേണ്ടതെന്നുള്ള ഒരു മാപ്പ് കെവിന് കൊടുക്കുകയാണ്. അങ്ങനെ മേരി പോകാൻ തുടങ്ങുമ്പോൾ കെവിൻ ആ ടീച്ചറിനോട് പറയുകയാണ്, നോക്കൂ ടീച്ചർ, നിങ്ങൾക്ക് ഇങ്ങനെ ഒഴിഞ്ഞു മാറി പോകാൻ സാധിക്കില്ല. കാരണം എനിക്ക് കുട്ടികളെ ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ മേരി പറയുകയാണ്, എനിക്ക് എൻ്റെ വീട്ടിലേക്ക് പോകണം, എൻ്റെ ഫാമിലി അവിടെ തനിച്ചാണ്. അപ്പോൾ കെവിൻ പറയുന്നു, എനിക്കും ഫാമിലി ഉണ്ട്, എൻ്റെ കൊച്ച് പനി വന്ന് ഹോസ്പിറ്റലിൽ പോകേണ്ട അവസ്ഥയാണ്, ഞങ്ങളുടെ എവിടെയും കാട്ടുതീ പടർന്നുകൊണ്ടിരിക്കുകയാണ്, ഞാൻ എൻ്റെ ഫാമിലിയെ ഉപേക്ഷിച്ച് ആണ് ഈ കുട്ടികളെ രക്ഷപ്പെടുത്താൻ പറ്റുന്നത്. അപ്പോൾ നിങ്ങളും ആ ഒരു സഹകരണം എന്നോട് കാണിക്കേണ്ടതാണ്. ആ നല്ലവളായിട്ടുള്ള ആ ക്ലാസ് ടീച്ചർക്ക് അയാൾ പറയുന്നതിൻ്റെ കാര്യം എന്തുമാത്രം ഗൗരവം നിറഞ്ഞതാണെന്ന് മനസ്സിലാകുകയും അപ്പോൾ തന്നെ വളരെ മാന്യപൂർവ്വം കെവിൻ പറയുന്ന ആ കാര്യങ്ങളെ അംഗീകരിക്കുകയും കെവിനോടൊപ്പം തന്നെ ആ കുട്ടികളെ രക്ഷപ്പെടുത്താൻ വേണ്ടി സ്വന്തം ജീവൻ ബലി കഴിച്ചുകൊണ്ട് കെവിനോടൊപ്പം ആ കുട്ടികളെയും കൊണ്ട് അവർ അപ്പോൾ തന്നെ യാത്ര തിരിക്കുകയാണ്. പിന്നീടുള്ള ഓരോ നിമിഷവും ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്താൻ സംവിധായകന് സാധിച്ചിട്ടുണ്ട്. അത്രയ്ക്കും മനോഹരമായിട്ടുള്ള രീതിയിലാണ് പിന്നീടുള്ള ഓരോ ദൃശ്യാവിഷ്കാരവും. അവർ പോകുന്ന പ്ലാൻ വരച്ച ആ രീതിയിലൂടെ കെവിൻ പോകുമ്പോൾ ആണ് മനസ്സിലാകുന്നത്, ഈ പ്ലാനിൽ പ്രകാരം പോയി കഴിഞ്ഞാൽ അധികം നേരം മുന്നോട്ട് പോയില്ല, അതിനുള്ളിൽ തന്നെ ഇവർ കത്തിച്ചാമ്പലാവും. കാരണം ഈ പ്ലാൻ വരച്ചിരിക്കുന്നത് കൃത്യമായിട്ടുള്ള മെയിൻ റോഡിൻ്റെ ഫോർമാറ്റിലാണ്. ആ മെയിൻ റോഡിൻ്റെ റൂൾ അനുസരിച്ചുള്ള ആ രീതിയിൽ, അതായത് കറക്റ്റായിട്ടുള്ള റോഡുകളിൽ കൂടി തന്നെ പോയി കഴിഞ്ഞാൽ മുഴുവൻ ബ്ലോക്കാണ്. പക്ഷേ ഈ ടീച്ചർ സമ്മതിക്കുന്നില്ല. കുറച്ചങ്ങ് പോയി കഴിയുമ്പോൾ തന്നെ ടീച്ചറിന് മനസ്സിലാവുന്നു കെവിൻ പറയുന്നത് ശരിയാണ്, മുഴുവൻ ബ്ലോക്കായിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളത്. പിന്നീട് ഈ ടീച്ചർ മുഴുവൻ കാര്യങ്ങളും കെവിന് വിട്ടുകൊടുക്കുകയാണ്. അപ്പോൾ കെവിൻ ചെറുപ്പം മുതൽ ജനിച്ച് വളർന്നതെല്ലാം ഈ ഏരിയയിലാണ്, പാരഡൈസ് എന്ന പട്ടണത്തിലാണ്. അവിടുത്തെ ഓരോ മുക്കും മൂലയും കെവിന് കൃത്യമായിട്ടറിയാം. കെവിൻ വണ്ടി തിരിച്ച് അതിസാഹസികമായി അത്രയും ബ്ലോക്കുള്ള ആ ഏരിയയിൽ നിന്നും വണ്ടി തിരിച്ച് അയാൾക്കറിയാവുന്ന ചെറിയ ചെറിയ വഴികളിലൂടെയും ചെറിയ ചെറിയ കാടുകളിലൂടെയൊക്കെ അയാൾ വണ്ടി ഓടിച്ചു പോവുകയാണ്. ഓരോ നിമിഷവും വളരെ വിലപ്പെട്ടതാണ്. കാരണം തീ പറഞ്ഞ നിമിഷം കൊണ്ട് ഓരോ സ്ഥലങ്ങളെയും കത്തിച്ചാമ്പലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഇടയിൽ കള്ളന്മാരെ വരെ ചെറുക്കേണ്ട അവസ്ഥ വരുന്നു. കാരണം ഈ കാട്ടുതീ ബാധിച്ച് നശിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പിടിച്ചുപറിക്കാരും ക്രിമിനൽസും ഇവരെ ആക്രമിക്കാൻ തുടങ്ങുന്നു. അവരുടെയൊക്കെ ഇടയിൽ കൂടി വളരെ സാഹസികമായി രക്ഷപ്പെട്ട് ഈ വണ്ടി ഓടിച്ച് കെവിൻ മുന്നോട്ട് പോവുകയാണ്. ഇവർക്ക് എത്ര ശ്രമിച്ചിട്ടും ഇവർക്ക് ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് ആ മാതാപിതാക്കൾ വന്നെത്തിയിരിക്കുന്ന ക്യാമ്പിൽ എത്തിച്ചേരാൻ സാധിക്കുന്നില്ല. കാരണം അത്രയും ഭീകരമായിട്ട് കാട്ടുതീ പടർന്ന് പിടിച്ചിരിക്കുന്നു. അവസാനം കെവിൻ ഒരു കാടിൻ്റെ വഴികളിലൂടെ പോവുകയാണ്. കാരണം ആ വഴിയേ ഇനിയൊരു രക്ഷയുള്ളൂ. ആ വഴികളിലൂടെ പോയി ഏകദേശം പകുതിയായപ്പോഴത്തേക്കും ഇരുവശങ്ങളിൽ നിന്നും കാട്ടുതീ കത്തി പിടിച്ച് വണ്ടിയെ തന്നെ വിഴുങ്ങുന്ന രീതിയിൽ ചുറ്റിനും ആയിക്കഴിഞ്ഞു. പെട്ടെന്ന് അതിലെ പോയ ഒരു ആൾ, അതിലെ ഒരുപാട് പേര് രക്ഷ നേടി
പുറകോട്ട് ഓടുകയാണ്. ഒരാള് ഈ വണ്ടിയെ തടഞ്ഞു നിർത്തി പറയുന്നു, നിങ്ങൾ മുന്നോട്ട് പോകരുത്, അവിടെ മുഴുവൻ തീയായി കഴിഞ്ഞിരിക്കുന്നു. കെവിൻ പറഞ്ഞു, നമുക്ക് ഈ മുന്നോട്ട് പോകുന്നതേ രക്ഷയുള്ളൂ, നിങ്ങൾ പുറകോട്ട് പോവുകയാണെങ്കിൽ ഞങ്ങൾ ആ വഴിയാണ് വന്നത്, മുഴുവൻ തീ അവിടെ പടർന്നു പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ യാത്രക്കാരൻ പറയുന്നു, നിങ്ങൾ പോകുന്ന ഈ ദിശയിലൂടെ പോവുകയാണെങ്കിൽ അത് അതിലും അസഹനീയമായിരിക്കും, അവിടെ എല്ലാം തീ പടർന്നു പിടിച്ചിരിക്കുന്നു. അവസാനം നിസ്സഹായനായി കെവിൻ മനസ്സിലാകുന്നു, ഇനി രക്ഷയില്ല, മരണം മുന്നിൽ തന്നെ. അവസാനം എല്ലാം നഷ്ടപ്പെട്ട അവസ്ഥയിൽ മരണത്തിന് പിടികൊടുക്കാനായി അവർ ആ വണ്ടിയിൽ നിശബ്ദരായി മരണത്തെ കാത്തു കിടക്കുകയാണ്. ഇതിനിടയിൽ കുട്ടികൾക്ക് ഓക്സിജൻ കിട്ടാൻ വേണ്ടി കെവിൻ്റെ ബുദ്ധി കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ അവർ അതിൻ്റെ ഇടയിൽ ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള ശ്രമങ്ങൾ ചെയ്തതിനാൽ അവർക്ക് ഒരു പരിധി വരെയൊക്കെ ആ കുട്ടികളുടെ ജീവൻ നിലനിർത്താൻ സാധിക്കുന്നുണ്ട്. പക്ഷേ എല്ലാം എത്ര നേരം, കാരണം ഇനി അധികം സമയമില്ല. അവസാനം ഒരു ഉൾവിളി പോലെ കെവിൻ്റെ ഉള്ളിൽ ഒരു ചിന്ത വരികയാണ്, എന്ത് തന്നെയായാലും ഈ തീക്കകത്തോടിയെങ്കിൽ തീക്കകത്തോടി മുന്നോട്ട് പോവുക, ഇവിടെ കിടന്ന് പരാജയപ്പെടുന്ന രീതിയിൽ കിടന്നിട്ട് എന്ത് കാര്യം, അതിലും ഭേദം പരിശ്രമിച്ച് ശ്രമത്തോടുകൂടി മരിക്കുന്നതാണ് നല്ലതെന്നുള്ള വസ്തുത കെവിൻ മനസ്സിലാക്കുകയാണ്. അങ്ങനെ അയാൾ ഒരാത്മവിശ്വാസത്തോടുകൂടി എന്തോ ഒരു ഊർജ്ജസ്വലത അയാൾക്ക് കിട്ടിയതുപോലെ, എന്തോ ഒരു വഴിത്തിരിവ് അയാൾക്ക് വന്നതുപോലെ അയാൾ വണ്ടി സ്റ്റാർട്ടാക്കുകയാണ്, രണ്ടും കൽപ്പിച്ച് ഈ തീ വന്നുകൊണ്ടിരിക്കുന്ന സ്ഥലത്തോടെ. എന്നാൽ ചില ഭാഗങ്ങളിൽ തീ പെട്ടിട്ടില്ല. അങ്ങനെ ഉള്ള സ്ഥലങ്ങൾ കണ്ടെത്തി വളരെ സൂക്ഷ്മമായി എന്നാൽ ഫാസ്റ്റായിട്ട് തന്നെ ഇയാൾ അതിസാഹസികമായി ഈ വണ്ടി ഓടിച്ച് എങ്ങനെയോ അത്ഭുതകരമായി അവിടെ നിന്നും രക്ഷപ്പെടും. അങ്ങനെ അവസാനം ഇവർ ഈ കുട്ടികളുടെ മാതാപിതാക്കൾ വെയിറ്റ് ചെയ്യുന്ന ആ ക്യാമ്പിൽ തിരിച്ചെത്തുകയാണ്. ആ കാഴ്ച കണ്ട ഓരോ മാതാപിതാക്കളും അന്തം വിട്ടു പോവുകയാണ്. കാരണം അവർ ഒരിക്കലും വിചാരിച്ചില്ല തൻ്റെ മക്കളെ തിരിച്ചു കിട്ടുമെന്ന്. അതിസാഹസികമായി കെവിൻ വണ്ടി ഓടിച്ച് ആ കുട്ടികളെ സുരക്ഷിതമായിട്ട് തന്നെ ആ ക്യാമ്പിൽ കൊണ്ടുചെന്നെത്തിച്ചു. അതിൽ അധ്യാപികയായിട്ടിരുന്ന ആ സ്ത്രീ ഓരോ നിമിഷവും പ്രാർത്ഥിക്കുകയായിരുന്നു. അവർ കണ്ണു തുറന്നു നോക്കിയപ്പോൾ അവർ ഉദ്ദേശിച്ച സ്ഥലത്തെത്തിയിരിക്കുന്നു. അവൾക്ക് കെവിനോട് എത്ര നന്ദി പറഞ്ഞാലും മതി വരികയില്ലായിരുന്നു. അതുപോലെ തന്നെ ദൈവത്തോടും. ആ കുട്ടികളെല്ലാം സന്തോഷപൂർവ്വം തൻ്റെ മാതാപിതാക്കളെ കണ്ട സന്തോഷത്തിൽ പുറത്തേക്കിറങ്ങും. അതോടൊപ്പം ആ ഓരോ കുട്ടികളും ബഹുമാനപൂർവ്വം തങ്ങളെ സുരക്ഷിതമായി എത്തിച്ച ആ ഡ്രൈവർക്ക് നേരെ നന്ദിപൂർവ്വം നോക്കി. അയാൾക്ക് ആ നിമിഷം ഏറ്റവും വിലപ്പെട്ടതായിരുന്നു. അയാളുടെ ആ ശ്രമത്തിന് വില കൊണ്ടു. അഭിമാനപൂർവ്വം അയാൾ ആ വണ്ടിയിൽ ആ കുട്ടികളെ നോക്കി. അവരുടെ പ്രതീക്ഷ പറ്റാത്ത ആ കണ്ണുകളിലേക്ക് നോക്കി അയാൾ ഇരുന്നു. ഇതിൻ്റെ ഇടെ ഈ കെവിനെ ഈ സ്കൂൾ ബസ്സിൻ്റെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്ന ലേഡി, ഈ കെവിനെ ഈ കാര്യം വിളിച്ചു പറഞ്ഞ ലേഡി അവിടെ ഉണ്ടായിരുന്നു. അവൾ അത്ഭുതകരമായി കെവിനെ നോക്കി. അതോടൊപ്പം തന്നെ അവൾ വന്ന് കെവിനോട് പറയുകയാണ്, എനിക്ക് ഉറപ്പുണ്ടായിരുന്നു നിനക്കിത് സാധിക്കുമെന്ന്, നിനക്ക് ഇത് സാധിക്കും. അങ്ങനെ എല്ലാവരുടെയും പുകഴ്ത്തലുകളും എല്ലാവരുടെയും നന്ദി പറച്ചിലുകളും എല്ലാം ഏറ്റുവാങ്ങി സന്തോഷത്തോടുകൂടി കെവിൻ കെവിൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. അവിടെയും എല്ലാം ശുഭകരമായി തന്നെ പോകുന്നു. ആർക്കും ഒരു പ്രശ്നവും വന്നിട്ടില്ല. രണ്ടായിരത്തി 2018 നടന്ന ഈ കാട്ടുതീയുടെ ഈ സംഭവം യഥാർത്ഥ സംഭവമാണ്. കാലിഫോർണിയയിൽ ശരിക്കും ഒരു പട്ടണത്തിൽ സംഭവിച്ച ഒരു കാര്യമാണ്. ഇതിൻ്റെ യഥാർത്ഥ കാഴ്ച കാണണമെങ്കിൽ, അന്ന് നടന്ന യഥാർത്ഥ കാഴ്ച കാണണമെങ്കിൽ ദ ലോസ്റ്റ് ബസ് എന്ന സിനിമ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് കാണേണ്ടതാണ്. എന്നിരുന്നാലും ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവച്ചിട്ടുണ്ട്.
അതിൻ്റെ ഏതാനും ചില സീനുകൾ ഞാൻ ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടുമുണ്ട്. ലോസ്റ്റ് ബസ് എന്ന ഈ സിനിമയുടെ റിവ്യൂവും ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷനും ഇതോടുകൂടി അവസാനിക്കുന്നു. ഏവർക്കും കണ്ടിരിക്കാവുന്ന ഒരു സിനിമയാണ്. സർവൈവൽ ത്രില്ലർ സിനിമകൾ ഇഷ്ടപ്പെടുന്ന ഏത് പ്രേക്ഷകർക്കും ധൈര്യമായിട്ട് കാണാം. അത്രയ്ക്കും പിടിച്ചിരുത്തുന്ന, ഒരു നിമിഷം പോലും ബോറടിപ്പിക്കാത്ത ഒരു സിനിമയാണ്. ആപ്പിൾ TV ആണ് ഈ സിനിമ പുറത്തുവിട്ടത്. പക്ഷെ നമുക്ക് ഈ സിനിമ കാണുമ്പോൾ തോന്നും ഇത് തിയേറ്ററിൽ കാണാൻ പറ്റിയിരുന്നെങ്കിൽ, കാരണം അത്രയ്ക്കും ഗംഭീരമായിട്ടുള്ളൊരു സിനിമയായിരുന്നു. വിൻറ്റേജ് സൂമിൻ്റെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.